പ്രിയ വാച്ചോ. പ്രിയ ആ സാമച്ചോ. നീ നടന്നോ, ഞാൻ വന്നേക്കാം. പ്രിയ പ്രിയ ഫീലിംഗ് ബെറ്റർ? ഗുഡ്. പേടിക്കാനൊന്നുമില്ല. ഓവർ എക്സോഷൻ കാരണം ഉണ്ടായ ഒരു ബ്ലാക്ക് ഔട്ടാണ്. നാളെ ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്താം. പിന്നെ രാത്രി ഉറങ്ങാനുള്ളൊരു മരുന്നും തരാം. ഓക്കെ? ഈ ട്രിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം. സിസ്റ്റർ, നീ പറഞ്ഞതൊക്കെ ഇവിടെ സംഭവിച്ചതിൻ്റെ യഥാർത്ഥ ഉറവിടം എനിക്കേറെക്കുറെ മനസ്സിലായി വരുന്നുണ്ട്. ആരാ ആ പെട്ടി തുറന്നത്? പ്രിയ. എന്താ സാമച്ച? അത് ഡിബുക്കാണ്. ഡിബുക്ക്? ശാന്തി കിട്ടാതെ ശരീരം വിട്ടകന്നു പോയ ജൂതന്റെ ആത്മാവിനെയാണ് ഡിബുക്ക് എന്ന് വിളിക്കുന്നത്. നമ്മൾ പ്രേതമെന്നൊക്കെ വിളിക്കുന്നത് പോലെ ജൂതന്മാരിതിനെ റുച്ചിം എന്ന് വിളിക്കും. പണ്ടുകാലത്ത് ഇങ്ങനെ അശാന്തമായ ആത്മാക്കളെ ഒരു പെട്ടിയിൽ അടക്കം ചെയ്ത് അത് ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. അതിന് പിന്നിൽ ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഈ പെട്ടി ഒരു കാരണവശാലും തുറക്കാൻ പാടില്ല. അഥവാ തുറന്നാൽ അതിലടക്കം ചെയ്തിട്ടുള്ള ഡിബുക്ക് ജീവനുള്ള മറ്റൊരു ശരീരത്തിൽ പ്രവേശിച്ചേക്കാം. പെട്ടി തുറന്നപ്പോൾ അതിലെ ആത്മാവ് പ്രിയയിൽ കൂടിയതാണോ അതോ ഈ വീട് തന്നെ അതിൻ്റെ പിടിയിലായതാണോ? ഒന്നും അറിയില്ല രഞ്ജൻ. സാമച്ച, നമുക്കിതങ്ങെടുത്ത് കളഞ്ഞാലോ? പ്രശ്നം തീരില്ല. ഒരിക്കൽ തുറന്ന് മറ്റൊന്നിലേക്ക് കുടിയേറിയ ആത്മാവിന് ഈ പെട്ടിയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. വേറെ ഒരു വഴിയില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയണം.
10 മിനിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചേക്കാം. ഓ ശരി. ഹലോ. ഫാദർ അറ്റാച്ച്മെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ആ, പിന്നെ ഫാദർ പറഞ്ഞതും ബോക്സിലെ വാചകവും ഒക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ചില കോംപ്ലിക്കേഷൻസ് ഉള്ളതുപോലെ. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അഡ്രസ്സ് കൂടി ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ജൂതനാണ്, ആളിപ്പം ബോംബെയിലുണ്ട്. രഞ്ജൻ, ഇത് നമ്മുടെ പരിധിക്ക് അപ്പുറമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജൂത പുരോഹിതനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അതും എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് എനിക്കറിയില്ല. സാമച്ചനും കൂടി ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ നീ ഒരു കാര്യം ചെയ്യേ, മുംബൈയിൽ പോയി ആ ജൂത പുരോഹിതനെ ഒന്ന് കാണും. അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ് ആണെന്നല്ലേ പറഞ്ഞത്, സഹായിക്കാതിരിക്കില്ല. പിന്നെ പ്രിയയോട് ഇതൊരു ഒഫീഷ്യൽ ട്രിപ്പാണെന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞത്? റബായ് ബെന്യാമിൻ. रबाई, आपको मिलने के लिए रंजीत करके कोई आया है, उसको बुलाओ। हाँ, बेमास पिकले आयो महारमाहमिलनाथ अली आउदे आउदीन अल इसराइल वे तरबूज चलाए. പ്ലീസ്, എൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ല. യു മൈ ഓൺലി ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ. ഈ ജൂതന്മാരുടെ നാടോടിക്കഥയിലെ ഒരു സങ്കല്പമാണ് ഡിബോക്ക്. ഒരു മിത്തെന്നൊക്കെ പറയാം. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇതൊക്കെ വിശ്വസിക്കുന്നല്ലോ. പക്ഷെ അപ്പോൾ അവിടെ സംഭവിച്ചതൊക്കെ എൻ്റെ കൂടെ ഒന്ന് വന്നൂടെ? കേട്ടിട്ടുകൂടിയില്ല ഞാൻ. കൊച്ചിയിലെ ജൂതപ്പള്ളിയിലെ പുരോഹിതനായി ഞാനും ഉണ്ടായിരുന്നതാണ് കുറേ കാലം. ഇനിയിപ്പോ ഡിബൂക്ക് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതത്ര എളുപ്പത്തിൽ മറ്റൊരാളിൽ പ്രവേശിക്കില്ല. ശരീരവും മനസ്സും പരസ്പരം പൊരുത്തപ്പെടാത്ത മനുഷ്യരെ മാത്രമേ അതിന് കീഴടക്കാൻ പറ്റൂ. Marquez Karasman kaha. Tiklash Marcus. Yes. ഇവൻ റബായ് മാർക്കസ് എൻ്റെ മകനാ. രഞ്ജൻ. ഇവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാ 10 വയസ്സുവരെ കൊച്ചിയിൽ.
ഞാൻ പറഞ്ഞു വന്നത് ഈ ഡിബോക്കിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതല്ല, മറ്റെന്തോ ആണ്. അതുകൊണ്ട് മറ്റാരെങ്കിലും സമീപിക്കുന്നതാണ് നല്ലത്. പ്രിയ, രഞ്ജൻ, എത്ര നേരമായിരുന്നോ വിളിക്കുന്നത്? I have some good news. പറയട്ടെ, we're gonna start a family. അച്ഛനാവാൻ പോവാന്ന്. wow, this is great news. പിന്നെ we'll celebrate this. എന്നോ വരുന്നത്? ഞാൻ ഇന്ന് തന്നെ തിരിച്ചു വരും. പ്രിയ, just give me 10 minutes. ഞാൻ തിരിച്ചു വിളിക്കാം. Okay? രഞ്ജൻ, എൻ്റെ വൈഫാ, ഷീസ് പ്രഗ്നൻറ്റ്. നിങ്ങൾ എന്താ പറഞ്ഞത്? പ്രിയ, മൈ വൈഫ് പ്രഗ്നൻ്റ് ആണ്. പ്രിയ, ഇപ്പോഴെങ്കിലും എത്തിയല്ലോ, ഫോണെങ്കിലും എടുത്തൂടെ? എന്താ രഞ്ജൻ, എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലേ? എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലായി. ഇനിയിപ്പോ ഈ ഡിബോക്ക് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതത്ര എളുപ്പത്തിൽ മറ്റൊരാളിൽ പ്രവേശിക്കില്ല. ശരീരവും മനസ്സും പരസ്പരം പൊരുത്തപ്പെടാത്ത മനുഷ്യരെ മാത്രമേ അതിന് കീഴടക്കാൻ പറ്റൂ. ഉദാഹരണത്തിന് ഫിയർ സൈക്കോസിസ് പോലത്തെ മെൻ്റൽ അൺസ്റ്റെബിലിറ്റി ഉള്ളവരെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ. ജനിച്ചു കുറച്ച് വർഷങ്ങളെടുക്കുമല്ലോ അവരുടെ ശരീരവും മനസ്സും പൊരുത്തപ്പെട്ടു വരുവാനായി. നിങ്ങളുടെ കാര്യത്തിൽ ഇത് രണ്ടുമില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ സംശയം ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നമ്മൾ ഒരുപാട് വൈകിപ്പോയി. ഡിബോക്ക് ബാധിച്ചിരിക്കുന്നത് നിങ്ങളുടെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെയാണ്. എനിക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒഴിപ്പിക്കാൻ വരുന്ന റബായി ആയിരിക്കും ആ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു.